ആലപ്പുഴ ശാന്തി ഭവൻ അഗതി മന്ദിരത്തിലെ ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ ബ്രദർ മാത്യു ആൽവിൻ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം ജനം ടിവിക്ക്. ജാമ്യം കിട്ടിയ ശേഷം പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുമെന്നാണ് പാസ്റ്ററുടെ ഭീഷണി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ടതായും ഇയാൾ പറയുന്നുണ്ട്. ഇല്ല, പറഞ്ഞോ, കാര്യം പറഞ്ഞോ. റെക്കോർഡ് വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് വരും, ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ റെക്കോർഡ് പോലീസിനെ അറിയിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് മുതൽ കൊളസംഘത്തിലേക്ക് ചേരുക. അതൊക്കെ വിട്ടു നിൽക്കുമായിരുന്നു. ഇന്നും മുതൽ ചേരുക. എനിക്ക് വീട്ടിൽ വന്നെങ്കിൽ വീട്ടിൽ വരാം. എനിക്ക് ഏത് പോലീസിന് ഞാൻ ചെന്നിത്തല വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തിങ്കളാഴ്ച പിടി കൊടുക്കണം. നിന്നെ അത്ര ആഗ്രഹിച്ചുകൊണ്ടാണ്. നീ രണ്ടാമത് ഞാൻ പറഞ്ഞില്ലേ, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു പറഞ്ഞ് പാകതമായിട്ട് നിനക്ക് ഞാൻ അവിടെ വീഡിയോ ക്യാമറ മൊബൈലിൽ വെച്ചിട്ടുള്ളത് നിനക്കറിയാവോ? എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം. ഞാൻ തിങ്കളാഴ്ച ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പലതും പറയും. നാട്ടിക്ക് ഞാൻ കെട്ടിയ പെണ്ണാണെന്നും പിന്നാണെന്നും അതൊക്കെ പലതും ഞാൻ പറയും. പക്ഷെ മര്യാദക്ക് ഭീഷണിപ്പെടുത്താൻ വിളിച്ചതാണ്. ആ ഭീഷണിയാണ്. ഞാൻ നിന്നോട് ഭീഷണിപ്പെടുത്തി. നീയല്ല, നീ കാരണം പോയത് അറിയോ? എന്നെ ഭീഷണിപ്പെടുത്താൻ വിളിച്ചതാണോ? ഭീഷണിപ്പെടുത്തില്ല, ഞാൻ നിന്റെ ഭർത്താവാണ്. ഞാൻ നിന്റെ താലിയിട്ടാണ്. നിന്റെ താലിയിട്ട് എന്റെ തെളിവുണ്ടെന്ന് ഞാൻ സോഷ്യലിൽ ഇടാൻ പോവാ. നല്ല കാര്യം, ഇട്ടോ, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഞാൻ പോലീസ് സ്റ്റേഷൻ കയറിയപ്പോ പേടിയായിപ്പോ അല്ലേ? ഞാനിത് കണ്ടാ. സുധീഷ് ഗോപാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുധീഷ്, നമ്മൾ പത്തനംതിട്ടയിലെ ബിനു വാഴമുട്ടം, അതുപോലെ തന്നെ വടവന, കോട്ടയത്തൊരു സോളമൻ, ഇപ്പോൾ ആലപ്പുഴയിലൊരു ആൽവിൻ, ഇതെല്ലാം ഒരു കയറി കെട്ടാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ സുധീഷ് ഗോപാൽ. ഗൗതം, അങ്ങനെ തന്നെയാണ്. മാത്യു ആൽവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രൂര പ്രവർത്തികൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. കൊലക്കേസടക്കം നിരവധി കേസ്, പോലീസ് ഓഫീസ് ജീവനക്കാരെ, ഓഫീസിന് നേരെയൊക്കെ അക്രമം നടത്തിയിട്ടുള്ളയാൾ, കൈവെട്ട് കേസിലെ പ്രതി, അങ്ങനെ നിരവധി കേസുകൾ പ്രതിയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് മാത്യു ആൽവിൻ. അതിനുശേഷം ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം മാനസാന്തരമുണ്ടായി എന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ശാന്തി ഭവൻ എന്ന അഗതി മന്ദിരം നടത്തുന്നത്. അതിൻ്റെ മറവിലാണ് ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമ ശ്രമങ്ങൾ മാത്യു ആൽവിൻ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് 3 ദിവസം മുമ്പ് ഈ പെൺകുട്ടി പുന്നപ്ര പോലീസിൽ പരാതി നൽകുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഭീഷണിയുമായി രംഗത്ത് വരുന്നതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ടുണ്ട്. ഇത്ര വലിയ ഒരു പെണ്ണുകേസായിട്ട് പോലും തന്നെ തേടി ആരും ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്നതാണ് പുള്ളി എടുത്തു പറയുന്നത്. ആ ഒരു ആത്മവിശ്വാസം, തന്നെ തൊടാൻ ആരുമില്ല എന്നൊരു ആത്മവിശ്വാസം. അതോടൊപ്പം തന്നെ പറയുന്നു, ഇനിയും ഞാൻ കൊലപാതകം ചെയ്യാൻ പോവുകയാണ്, 5 പേരെ കൊലപ്പെടുത്തേണ്ടതുണ്ട്. അതിലാദ്യം കൊലപ്പെടുത്തുന്നത് ഈ പെൺകുട്ടി ആദ്യം പരാതി പറഞ്ഞത് ഈ ശാന്തി ഭവനിലെ മാനേജരോടാണ്. മാനേജർ ഇത് മാത്യു ആൽവിനോട് ചോദ്യം ചെയ്യുകയും ചെയ്തു. തൊട്ടടുത്ത നിമിഷം തന്നെ അയാളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ആ മാനേജരായിട്ടുള്ള ശരത്തിനെയാണ് ആദ്യം കൊലപ്പെടുത്തുക എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് വീണ്ടും ലൈംഗിക താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സംഭാഷണം. അതോടൊപ്പം തന്നെ താൻ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞതിൽ അറസ്റ്റിലായാൽ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നിന്നെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തും, നീ എൻ്റെ ഭാര്യയാണെന്ന് വരെ പ്രചരിപ്പിക്കും എന്നതടക്കമുള്ള ഭീഷണികളാണ് മുഴക്കുന്നത്. ഇത്തരത്തിൽ വലിയ ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്ത് വരുന്നു. അതിന് ഒപ്പം സമുദായത്തിൻ്റെ പിന്തുണയാണോ സാമ്പത്തികത്തിൻ്റെ പിന്തുണയാണോ എന്തുതന്നെ ആയാലും ഇതുവരെയും ഈ മാത്യു ആൽവിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഈ പെൺകുട്ടി പരാതി കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ ലൈംഗിക ചേഷ്ട കാണിച്ചതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. അതിനെയെല്ലാം പെൺകുട്ടി പരാതിയിൽ പറയുന്നത് എന്താണോ അതിനെയെല്ലാം ശരിവെക്കുന്നതാണ് ഈ ഫോൺ സംഭാഷണത്തിലുള്ള പ്രധാന വാചകങ്ങളൊക്കെ തന്നെയും. അതും ഇങ്ങനെ ഒരു പുരോഹിതനെ പോലെ പെരുമാറുക, ഇല്ലെങ്കിൽ സ്വന്തമായി തന്നെ ബ്രദർ മാത്യു ആൽവിൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കുകയും സാമ്പത്തിക അടക്കം ഈ അഗതി മന്ദിരത്തിൻ്റെ പേരിൽ പിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിൽ പച്ചയ്ക്ക് ലൈംഗിക താല്പര്യം ഒരു പെൺകുട്ടിയോട്, അതും വിവാഹിതയായ ഒരു പെൺകുട്ടിയോട് പ്രകടിപ്പിക്കുന്ന സംഭാഷണം നമുക്ക് കേൾക്കാം. തൻ്റെ അടുത്ത ജന്മത്തിലെ ഭാര്യയെ ഇപ്പോഴേ കാണുന്നു, അതുകൊണ്ട് ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങണമെന്നതാണ് ഇയാളുടെ ആഗ്രഹം. അത്തരം വളരെ നികൃഷ്ടമായി സംസാരിക്കുന്ന, സ്ത്രീത്വത്തെ അപമാനിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ
ചെയ്യാൻ എന്നിട്ടും പോലീസ് തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിനെതിരെ അറസ്റ്റ് വൈകിയാൽ നാളെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലടക്കം മാർച്ചും പ്രതിഷേധ പരിപാടികളും തീരുമാനിച്ചിട്ടുണ്ട്. ആ രീതിയിൽ പോകേണ്ടി വരുമോ ഇല്ലേ പോലീസ്? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. രമേശ് ചെന്നിത്തലയുമായൊക്കെ ഇയാൾക്ക് അടുപ്പമുണ്ടോ? കാരണം ഈ ബിനു വാഴമുട്ടത്തിന്റെയും വടവനയുടെയും ഒക്കെ കാര്യം നമുക്കറിയാമല്ലോ. ഇവർക്കെതിരെ എത്രയോ കേസുകൾ ഉണ്ടായിട്ടും അതിലൊരു നടപടിയെടുക്കാൻ കേരള പോലീസ് തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ ബ്രദർ പാസ്റ്റർ എന്നൊക്കെയുള്ള പേരിൽ ഇത്തരം വ്യാജ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വലിയ തണലായി കേരളത്തിൻ്റെ അധികാരവർഗം അല്ലെങ്കിൽ മാറി മാറി ഭരിച്ച മുന്നണികൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ ഈ ആലപ്പുഴയിലെ ഈ ഗുണ്ടാ ബ്രദർ എന്താണ് പറയുന്നത്? ഈ ഓഡിയോയ്ക്കകത്ത് രമേശ് ചെന്നിത്തലയെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ. ഗൗതം, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്തരം ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഹൈന്ദവ സംഘടനകളും BJPയും അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു സംഭവത്തിൽ അറസ്റ്റ് ആവശ്യപ്പെട്ടോ ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതിനോ വേണ്ടി ഇതുവരെയും ഒരു പ്രവൃത്തിയും ഒരു ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടില്ല എന്ന കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് മാത്യു ആൽവിൻ തന്നെ പറയുന്നു ആഭ്യന്തരമന്ത്രിയെ കണ്ടു, തന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നത്. അതിനി ആഭ്യന്തരമന്ത്രി അടക്കം മറുപടി പറയേണ്ടതാണ്. അത്തരത്തിലൊരു സ്വാധീനത്തിൽ ഇല്ലെങ്കിൽ അത്തരത്തിൽ പോലീസിന് കടിഞ്ഞാൻ ഇട്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ കോൺഗ്രസിൻ്റെയോ ആഭ്യന്തരമന്ത്രിയുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം സംശയിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. കാരണം സ്റ്റേഷൻ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തിയിട്ടും ഇത്ര ഗൗരവതരമായ ഒരു പരാതി ലഭിച്ച് 3 ദിവസം പിന്നിട്ടിട്ടും ഒരു അറസ്റ്റോ ചോദ്യം ചെയ്യലോ പോലും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ അടക്കം പിന്തുണ ഇയാൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ഇല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റെ കൂടി ആളായി നിന്നുകൊണ്ടാണ് മാത്യു ആൽവിൻ ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ അതിന് പിന്തുണയായി ഇല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായി സർക്കാർ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഗൗതം, ഓക്കെ സുധീഷ്, എന്തായാലും വ്യക്തമാണ്. ഈ ആൽവിൻ എന്ന ബ്രദർ ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തുകയാണ്. താൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ സ്ത്രീക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുമായി തനിക്ക് ബന്ധമുണ്ടെന്നും തന്നെ പോലീസ് ഒന്നും ചെയ്യില്ലെന്നുമൊക്കെയാണ് ഈ മാത്യു ആൽവിൻ എന്ന ബ്രദർ ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുന്നത്. അതിൻ്റെ ഓഡിയോ സന്ദേശമാണ് പ്രേക്ഷകർ കണ്ടത്. സുധീഷ് ഗോപാൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.